കേരളത്തിലെ സാധാരണക്കാരായ ലോട്ടറി തൊഴിലാളികളുടെ വയറ്റത്തടിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വിഹിതം തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതിയുടെ ഞെട്ടിക്കുന്ന മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്ന് തട്ടിയെടുത്ത പണത്തിൽ 6 കോടി രൂപ താൻ നോട്ട് നിരോധനത്തെ തുടർന്ന് എന്തു ചെയ്യണമെന്നറിയാതെ വീട്ടിൽ വെച്ച് പൂർണ്ണമായി കത്തിച്ചു കളഞ്ഞു എന്നാണ് ജാമ്യത്തിലിറങ്ങിയ പ്രതി സംഗീത് വിജിലൻസിന് നൽകിയ മൊഴി. പ്രാഥമിക അന്വേഷണത്തിൽ കേവലം 60 ലക്ഷം രൂപയുടെ ക്രമക്കേട് എന്ന് കണക്കാക്കി വിജിലൻസ് രജിസ്റ്റർ ചെയ്ത അവിഹിത സ്വത്ത് സമ്പാദ കേസിലെ ആഴം പരിശോധിച്ച് അന്വേഷണ സംഘം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് 16 കോടി രൂപയുടെ വൻ സാമ്പത്തിക തട്ടിപ്പിലാണ്. ഈ വൻ അഴിമതിയുടെ അന്വേഷണ വഴി പരിശോധിക്കുമ്പോൾ അതീവ സങ്കീർണമായ രീതിയിലാണ് പ്രതികൾ തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്ന് വ്യക്തമാകും. 2012 മുതൽ 2021 വരെയുള്ള ദീർഘമായ കാലയളവിലാണ് ലോട്ടറി തൊഴിലാളികൾ കൃത്യമായും അടച്ചിരുന്ന അംശദായം സ്വന്തം അക്കൗണ്ടിലേക്കും സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകളിലേക്കും മാറ്റി പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. 2019 ഇയാൾക്ക് ഈ ഓഫീസിൽ നിന്നും സ്ഥലമാറ്റം ലഭിച്ചപ്പോൾ ലോട്ടറി ക്ഷേമനിധി ആസ്ഥാനത്തു നിന്നുള്ള ചെക്ക് ബുക്കുകൾ നിയമവിരുദ്ധമായി സ്വന്തം കൈവശം സൂക്ഷിച്ചാണ് തട്ടിപ്പ് തുടർന്നത്. തുടക്കത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ട് പണം മാറ്റാതിരുന്ന പ്രതി ഒട്ടനവധി വ്യാജ പേരുകളിൽ ചെക്കുകൾ എഴുതി ഒപ്പിട്ട് ബാങ്കുകളിൽ നിന്ന് നേരിട്ട് പണം പിൻവലിക്കുന്ന രീതിയാണ് സ്വീകരിച്ചത്. ഈ പിൻവലിച്ച തുക ഉപയോഗിച്ച് കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ മാത്രം 45ലധികം ഭൂമി രജിസ്ട്രേഷനുകൾ നടത്തിയതായും കേസിലെ മറ്റു പ്രതികളായ സുഹൃത്ത് അനിലിനും അനുജൻ സമ്പത്തിനും വീട് വെച്ച് നൽകിയതായും വിജിലൻസ് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തെ ഏറ്റവും സാധാരണക്കാരായ നിത്യവൃത്തിക്ക് വകയില്ലാത്ത പാവപ്പെട്ട ജനവിഭാഗങ്ങൾ തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ക്ഷേമനിധിയിലേക്ക് നൽകുന്ന പണമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ സ്വാധീനം ഉപയോഗിച്ച ചില മാഫിയകൾ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് വകമാറ്റുന്നത്. ഇത് വ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളിയാണെന്ന് മാത്രമല്ല, പൊതു ഖജനാവിനും ഇത്തരം ബോർഡുകളെ വിശ്വസിക്കുന്ന സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനും ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. ഈ പണം എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് ആദ്യം മൗനം പാലിച്ച പ്രതി വിശദമായ ചോദ്യം ചെയ്യലിലാണ് 2016 നോട്ട് നിരോധന സമയത്ത് പോങ്ങുമൂടിലെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 6 കോടിയോളം രൂപ 2017 കത്തിച്ചു കളഞ്ഞു എന്ന വിചിത്രമായ വാദം ഉന്നയിച്ചത്. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് സംഘം ഫോറൻസിക് വിദഗ്ധരെ ഉൾപ്പെടെ പ്രതി താമസിച്ചിരുന്ന വീട്ടിലെത്തി വിശദമായ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയെങ്കിലും പണം കത്തിച്ചു കളഞ്ഞതുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവുകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിയമപരമായി അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്തരം വൻകിട തട്ടിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നത് ഒരു ബോധമുള്ള പൗരന്റെ കടമയാണ്. ഇത്തരം മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ പിന്തുടരാനും സമാനമായ തട്ടിപ്പുകൾ പൊതുമേഖലകളിൽ ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനും പൊതുസമൂഹം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കേരളത്തിലെ സാധാരണക്കാരുടെ പണം കൊള്ളയടിച്ച് ഈ കേസിന്റെ പിന്നാമ്പുറ സത്യങ്ങളും അന്വേഷണത്തിന്റെ അന്തിമ വിധിയും കൃത്യമായി മനസ്സിലാക്കാൻ ഈ വാർത്താ പാക്കേജ് പൂർണ്ണമായും വിശകലനം ചെയ്യുക. സമൂഹത്തിൽ വലിയ ചർച്ചയാകേണ്ട പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികളുടെ നീതിക്ക് വേണ്ടിയുള്ള ഈ അന്വേഷണ റിപ്പോർട്ട് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക.